إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنه هو يبدئ ويعيد وهو الغفور الودود. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഹോസ്പിറ്റലിലാണ് എന്നൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ കേസ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കും. എത്ര മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന, എത്ര വലിയ അക്കങ്ങളുള്ള ശമ്പളങ്ങൾ നേടുന്ന, എത്ര തിരക്കുകളുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായും നമ്മുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് അവിടെ എത്താനും അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് അതിനെല്ലാം ഒരുങ്ങിയിറങ്ങാൻ നമ്മളൊക്കെ തയ്യാറാവാറുണ്ട്. അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജോലി, അതിൻ്റെ ലാഭം, അവിടെയുള്ള നഷ്ടം, ഇതൊന്നും നമുക്കൊരു പ്രശ്നമാവാറില്ല. ഒരു ഹോസ്പിറ്റലിലെ ICUവിൻ്റെ മുമ്പിൽ കിടക്കുന്ന ആ ഒരു കിടത്തം നമുക്ക് അവിടെ ഒരു മെത്ത നമുക്ക് ആവശ്യം ഉണ്ടാവാറില്ല. ഒരു ബെഡ് ഉണ്ടെന്നോ ഒരു പുതപ്പുണ്ടോ എന്നോ ഒന്നും നമ്മൾ നോക്കാറില്ല. ഒരു പായ കിട്ടിയാൽ പോലും വളരെ സുന്ദരമായി നമ്മൾ കുറച്ച് സമയങ്ങളിൽ കിടന്നുറങ്ങും. അവിടെ യാതൊന്നും നമുക്ക് തടസ്സമല്ല. ഭക്ഷണമാവട്ടെ, വെള്ളമാവട്ടെ, ഒന്നും നമുക്ക് പ്രശ്നമാവാറില്ല. എന്തുകൊണ്ടാണ് ഇതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? പലപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു കംഫേർട്ട് സോണിനെ മൊത്തം ഭേദിച്ചുകൊണ്ട് എല്ലാം ഒഴിവാക്കി അവിടെ എത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ അത്രമേൽ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അത്രമേൽ സ്നേഹം അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യം നമുക്കുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്തരത്തിലൊരു സ്നേഹവും ഇഷ്ടവും നമുക്ക് ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്.
അള്ളാഹു എന്നാൽ നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന, നമുക്ക് ഈ ഭൂമിയിൽ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ആ പടച്ച റബ്ബ്, ആ റബ്ബിനോട് നമുക്ക് സ്വന്തം വേണ്ടപ്പെട്ടവരോട് ഉണ്ടാകുന്ന ഈ ഒരു പ്രതിബദ്ധതയും സന്നദ്ധതയും സ്നേഹവും ഒക്കെ ആ റബ്ബിന്റെ വിഷയത്തിൽ നമുക്ക് എത്രമേൽ ഉണ്ടായിട്ടുണ്ട് എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കുക, അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ സ്നേഹവും കരസ്ഥമാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. ആരും അതിൽ നിന്ന് അന്യരല്ല. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ടിൽ ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു അവന്റെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് പറയും, ഇന്ന ഒരു അടിമയെ, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബ, അള്ളാഹു തീർച്ചയായും ഇന്ന ഒരു അടിമയെ, ഇന്ന പേര് വിളിച്ച അടിമയെ വിളിക്കും, ഈ അടിമയെ അള്ളാഹു ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയോട് അള്ളാഹു പറയും. അപ്പൊ ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ആകാശ ലോകത്തെ മുഴുവൻ മലക്കുകളെയും വിളിച്ച് ജിബ്രീൽ പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, തീർച്ചയായും അള്ളാഹു ഇന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടുക. ഇത് കേൾക്കുന്നതോടെ അവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. ശേഷം ആ ഹദീസിൽ തുടർച്ചയായി പറയുന്നത്, ആ വ്യക്തിക്ക് ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഇഷ്ടപ്പെടുന്നതിന് ശേഷം ഭൂമിയിൽ വലിയ സ്വീകാര്യത ലഭിക്കും എന്നുള്ളതാണ്. ഇതിന്റെ കാരണം അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗവും ഈ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. അള്ളാഹു ഒരു വ്യക്തിയെ വെറുക്കപ്പെട്ടാൽ അള്ളാഹു ജിബ്രീലിനെ വിളിച്ച് പറയും, ഇന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ട് നീയും അവനെ വെറുക്കുക. ഇത് കേട്ട ഉടനെ ജിബ്രീൽ പറയും, അള്ളാഹു ഞാനും അവനെ വെറുത്തിരിക്കുന്നു. ശേഷം ആകാശ ലോകത്തെ മുഴുവൻ മലക്കുകളെയും വിളിച്ച് പറയും, അള്ളാഹു ഇന്നൊരു വ്യക്തിയെ, ഇന്ന ഒരു അടിമയെ അള്ളാഹു വെറുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ വെറുക്കണം. ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ വ്യക്തിയെ വെറുക്കും. മാത്രമല്ല, അവന് ഭൂമിയിൽ നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വെറുപ്പുണ്ടെങ്കിൽ അവനും ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറായി, ഒരിക്കലും ആർക്കിടയിലും ഒരു സ്വീകാര്യത ലഭിക്കാത്ത വ്യക്തിയായി അവൻ തഴയപ്പെടുമെന്നുള്ളതാണ്. സഹോദരൻ, നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ആത്യന്തികമായി നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക, അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലൂടെ നാളെ സ്വർഗം എന്ന അത്യപൂർവമായ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ആരാലും അനുഭവിച്ചിട്ടില്ലാത്ത ആ സ്വർഗത്തിന്റെ പരിമളങ്ങൾ ആസ്വദിക്കുക എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ, അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാടധികം വിഷയങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ അതിലെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഖുർആനുമായി അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നതാണ്. പലപ്പോഴും പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയിട്ടുള്ള ചില അപജയങ്ങൾ, ചില പരാജയങ്ങൾ എന്നത് നാം ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വതഫഹുമി ലിമആനി, ഖുർആൻ അത് തദബ്ബുർ ചെയ്തുകൊണ്ടും തഫഹുമ് ചെയ്തുകൊണ്ടും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടും നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഖുർആൻ ഞാനൊക്കെ പലപ്പോഴും പഠിക്കാറുള്ളതാണല്ലോ, ഖുർആൻ വായിക്കാറുണ്ട്, തഫ്സീർ വായിക്കാറുണ്ട്, അർത്ഥം വായിച്ച് മറിച്ച് പോകാറുണ്ട്, പല ക്ലാസ്സുകളും കേൾക്കാറുണ്ട്. പക്ഷേ ഖുർആനെ തദബ്ബുർ ചെയ്യാൻ, അതിന്റെ ആശയങ്ങളെ തഫഹുമ് ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം. ഖുർആൻ എന്നാൽ ഒരിക്കലും ഒരു കേവല പാരായണത്തിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ഗ്രന്ഥമല്ല. ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെതായ കൂലി നമുക്ക് ലഭിക്കും. പക്ഷേ ഖുർആനിന്റെ ആത്യന്തികമായ ലക്ഷ്യം കേവല പാരായണം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ നമുക്കൊക്കെ വെളിച്ചമാവാൻ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഖുർആനോട് തുറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പരിഹാരം ലഭിക്കുന്ന രൂപത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കി എന്റെ ജീവിതവുമായി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഖുർആനിലെ പല വാചകങ്ങളും പല വാക്യങ്ങളും ഹൃദയത്തിലേക്ക് തറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, അതിന്റെ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ചില അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് കുറഞ്ഞൊരു സമയത്തേക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന കണ്ണട, ആ കണ്ണട കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് കാണാതായി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ഇടങ്ങാറാവാറുണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് വരുന്ന നമ്മുടെ മൊബൈൽ ഫോൺ, ഈ ഫോൺ നമുക്ക് കുറച്ച് സമയം കിട്ടാതായി കഴിഞ്ഞാൽ എത്രത്തോളം ടെൻഷൻ അടിക്കാറുണ്ട്.
ഇങ്ങനെ തുടങ്ങി അല്പസമയത്തേക്ക് നമുക്ക് ചില അനുഗ്രഹങ്ങൾ മാറിക്കഴിഞ്ഞാൽ പോലും അത്രമേ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ഈ ഖുർആനുമായി, പരിശുദ്ധ ഖുർആനുമായി ഒരു ദിവസം നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രമേ നമ്മൾ അസ്വസ്ഥരാകുമെന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. അതല്ല 2, 3, 4 ദിവസങ്ങൾ, ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞ് വല്ലപ്പോഴും വെള്ളിയാഴ്ച വരുമ്പോഴൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്ന ഖുർആന്റെ തദബ്ബുറും തഫഹുമും ഒക്കെ മാറ്റി നിർത്തി കേവലം പാരായണത്തിന്റെ വിഷയത്തിൽ പോലും ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തിരുത്തേണ്ട സമയം അതിക്രമിച്ചെന്റെ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒന്നാമത്തെ കർമ്മമായി പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുള്ളത് ഖുർആനിനെ ഈ രൂപത്തിൽ ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി ഖുർആനുമായി ഗാഠമായ ഒരു ഹൃദയബന്ധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഖുർആൻ എന്നാൽ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വചനങ്ങൾ ഖുർആനാണ്. നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും, എത്ര വലിയ നോവലുകൾ വായിച്ചാലും അതിൽ നിന്നൊന്നും ലഭിക്കാത്ത ഒരു വലിയ അനുഭൂതി ഖുർആൻ ലഭിക്കുന്നുണ്ട്. കാരണം അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ് ദൈവികമെന്ന് 100% ഉറപ്പുള്ള മറ്റൊരു ഗ്രന്ഥം വേറില്ല. ഈ ഖുർആൻ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനെ പറ്റി തന്നെ പറയുന്നത് ഖുർആൻ ശിഫ ആണെന്നാണ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള, എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മരുന്നായിക്കൊണ്ടാണ് ഖുർആനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ലോകത്തും പരലോകത്തും നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഈ ഖുർആനുമായി ആഴത്തിലൊരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ അത്ര വലിയ 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 ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പലപ്പോഴും ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറയാറുണ്ട്, ഖുർആൻ ഒരു സ്ഥലത്ത് നിന്ന് ഓതുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തുകയാണെങ്കിൽ അദ്ദേഹം സ്തബ്ധനായി നിൽക്കുമായിരുന്നു. ആ പാരായണം മുഴുവൻ പൂർത്തിയായതിനു ശേഷം മാത്രമേ അദ്ദേഹം അവിടെ നിന്ന് പോകുമായിരുന്നുള്ളൂ. ഒരിക്കലും സ്വഹാബി ഖുർആൻ പാരായണം ചെയ്യായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ഓതിയിരുന്ന വാചകം, ഖുർആനിലെ ഒരു വാക്യം, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ അത് സംഭവിക്കാനുള്ളതാണ് എന്നർത്ഥം വരുന്ന ആ ഖുർആൻ വാക്യം ഓതിയപ്പോൾ ഇത് കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന് അത് ആ സന്ദർഭത്തിൽ അദ്ദേഹം നിന്നത് കണ്ട ബാക്കി സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടതിന് ശേഷം അദ്ദേഹം ഈ ആയത്ത് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം വിറച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അത് പതറിപ്പോയി. ശേഷം ആ വാചകം കേട്ടതിന് ശേഷം 1 മാസത്തോളം അദ്ദേഹത്തിന് ഇതേ പ്രശ്നം തുടർന്നുകൊണ്ടേയിരുന്നു. ഖുർആനിലെ ഒരു വാക്യം കേട്ടപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ എന്നത് തീർച്ചയായും സംഭവിക്കാനുള്ളതാണ് എന്ന വാക്യം കേട്ടപ്പോ അദ്ദേഹം പതറിപ്പോയി എന്നുള്ളതാണ്. ആ വാചകത്തിന്റെ ഒരു അനുഭവം എന്നുള്ളത് 1 മാസക്കാലത്തോളം അദ്ദേഹത്തിന് നിന്നുള്ളതാണ്. നമ്മളൊക്കെ എത്ര ആയത്തുകൾ കേൾക്കാറുള്ളതാണ്. ഇന്നും ഏറ്റവും ചുരുങ്ങിയത് രാത്രിയിലെ ഇശാ നമസ്കാരത്തിനും അരിവിനും സുബഹിക്കുമൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ഇമാമിന്റെ പിന്നിൽ നിന്ന് കേൾക്കുന്ന ആളുകളാണ്. എത്ര വാചകങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ ഹൃദയത്തിൽ അറച്ചിട്ടുണ്ട്, എത്ര വാചകങ്ങൾ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്, എത്ര വാചകങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം ആലോചിച്ച് നോക്കേണ്ടതാണ്. ഖുർആനെ ആ രൂപത്തിൽ പാരായണത്തോടൊപ്പം തന്നെ അതിന്റെ തദബ്ബുറിനും അതിന്റെ തഫഹുമിനും നമ്മൾ സമയം മാറ്റിവെക്കാൻ തയ്യാറായെങ്കിലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ഫർളുകൾക്ക് ശേഷം സുന്നത്തുകളെ എത്ര കണ്ട് നമ്മൾ അതിജീവിപ്പിക്കുന്നു, എത്ര കണ്ട് നമ്മൾ പാലിക്കുന്നു എന്നതാണ് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കുന്നതാണ്, 5 വക്ത് നമസ്കരിക്കാറുണ്ട്. നമസ്കാരം ഒഴിവാക്കുന്ന ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഫർദ് നമസ്കാരത്തോടൊപ്പം അതിന് മുമ്പും പിമ്പും ഒക്കെയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരം നമ്മളിൽ എത്ര പേർ പാലിച്ചു കൊണ്ടുപോകാറുണ്ട്? എവിടെയൊക്കെ നമുക്കതിൽ കൃത്യമായ ഇന്ന സമയത്ത് ഞാൻ എൻ്റെ ഫർദിന് മുമ്പ് സുന്നത്ത് നമസ്കാരം നമസ്കരിക്കാനുള്ള സമയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നമസ്കാരത്തിലേക്ക് പുറപ്പെടുക. പള്ളിയിലേക്ക് വരുമ്പോൾ 12:45 ജമാഅത്തെങ്കിൽ 12:35 ഞാൻ പള്ളിയിലെത്തും. കാരണം എനിക്ക് അവിടെ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാനുണ്ട്. ഇതുപോലെ നോമ്പിന്റെ കാര്യത്തിൽ റമദാനിൽ മാത്രമല്ല നോമ്പുകളുള്ളത്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ മാസത്തിലും 13, 14, 15 ഒക്കെ നമുക്ക് നോമ്പുകൾ നോക്കാം. ഇതല്ലാത്ത മുഹറത്തിലും ദുൽഹജ്ജിനും ഒക്കെയുള്ള പ്രത്യേക നോമ്പുകൾ വേറെയും ഉണ്ട്. ഇങ്ങനെ ഫർളുകൾക്കൊപ്പം സുന്നത്തുകൾ കൂടി ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഒരുപാട് കാലം സഹവസിച്ചിരുന്ന ഒരു സ്വഹാബി റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രവാചകനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ പറയുന്നു, റബീഅ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? താങ്കൾ ഒരുപാട് കാലം എനിക്ക് സേവനം ചെയ്തുവല്ലോ, താങ്കൾക്ക് ഇതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു മറുപടി പറയുന്നത്, പ്രവാചകരെ, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ താമസിക്കാനുള്ള കഴിയാനുള്ള ഭാഗ്യം ലഭിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ എന്ന് മറുപടി പറയാണ്. ഇപ്പൊ പ്രവാചകൻ അദ്ദേഹത്തിന് തിരിച്ചു മറുപടി പറഞ്ഞു കൊടുക്കുന്നത്, നീ ധാരാളം സുന്നത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരത്തിന് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സുന്നത്ത് പോട്ടെ, ഫർദ് നമസ്കാരം വരുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇമാം റുക്കൂവിന് പോകുമ്പോൾ റുക്കൂവിൽ നിന്ന് നിവരുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ആ റക്അത്ത് കിട്ടും എന്നതുകൊണ്ട് ഓടി വന്ന് റുക്കൂവിൽ നമസ്കരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്.
നടിച്ചോക്കണം എത്ര കണ്ട് നമസ്കാരത്തിന് ലാഘവത്തോടെ കാണുന്നു എന്നുള്ളത്. സുന്നത്ത് നമസ്കാരം പോയി ഫർദിനെ പോലും കൃത്യമായ സമയത്ത് നിർവഹിക്കാതെ ദുഹറൊക്കെ അസർ ബാങ്ക് കൊടുക്കുന്ന തൊട്ടുമ്പോൾ നമസ്കരിക്കുന്ന സ്ത്രീകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുകയല്ല, നമ്മൾ അത്തരം കൂട്ടത്തിൽ പെടുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുകയില്ല. നമസ്കാരത്തെയും സുന്നത്തുകളെയും അതിജീവിപ്പിക്കാൻ കൂടുതൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം, കുറച്ച് സമയം ഒറ്റയ്ക്ക് മാറിയിരിക്കണം. കുറച്ച് സമയം ഒറ്റയ്ക്ക് മാറിയിരുന്ന് അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹു നമ്മളിലേക്ക് എത്തുന്ന സമയത്തെ വളരെ കൃത്യമായി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ദിവസവും അള്ളാഹു എല്ലാ രാത്രികളിലും അള്ളാഹു ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ദുനിയ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. എല്ലാ രാത്രിയും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് അത് ചോദിക്കാനും അത് കേൾക്കാനും തിരിച്ചുത്തരം ചെയ്യാനും അള്ളാഹു ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒന്നാം ആകാശത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ സമയമാണ് രാത്രിയുടെ 1/3 മാത്രം ബാക്കിയാവുന്ന സമയം. നമ്മൾക്ക് ഉറക്കം പുതച്ചു മൂടി ഉറങ്ങി ഉറക്കത്തിൽ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് ഇരിക്കുന്ന സമയമായിരിക്കും പലപ്പോഴും അത്. സുബഹി നമസ്കാരത്തിൽ സുബഹി ബാങ്കിന്റെ തൊട്ട് മുമ്പ്, സുബഹി ബാങ്ക് 5:07 5:07 തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കാരണം അപ്പോൾ ഉറക്കം ഏറ്റവും സുഖകരമായി പോകുന്ന, പുതച്ചൊന്ന് മൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരം ആസ്വദിച്ചുറങ്ങാൻ കഴിയുന്ന സമയമാണ്. പലപ്പോഴും ആലോചിക്കേണ്ടത് ഇത്തരം സമയത്ത് അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്ത് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു ആ സമയത്ത് ചോദിക്കുകയാണ്, എന്നോട് പ്രാർത്ഥിക്കുന്നവർ ആരാണ് ഇവിടെ ഉള്ളത്? അവർക്ക് ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നോട് ചോദിക്കുന്നവർ എവിടെയാണ്? ഞാൻ അവന് നൽകാൻ തയ്യാറാണ്. എന്നോട് പാപമോചനം തേടുന്നവർ എവിടെയാണ്? ഞാൻ അവന് പുറത്തു കൊടുക്കാം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെയാണ് എവിടെയാണ്? അള്ളാഹുവിനോട് ചോദിക്കുന്നവർ എവിടെയാണ്? അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവർ എവിടെയാണ്? നിങ്ങൾ ചോദിച്ചോളൂ, അള്ളാഹു നൽകും. നിങ്ങൾ പാപമോചനം തേടിക്കോളൂ, അള്ളാഹു പുറത്തു നൽകും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ രാത്രിയുടെ 1/3 മാത്രം ബാക്കിയാവുന്ന സമയം. യഥാർത്ഥത്തിൽ ആ സമയത്ത് എഴുന്നേൽക്കാനൊരു തൗഫീഖ് അത് വേറെ തന്നെയാണ്. അപ്പോൾ എഴുന്നേൽക്കാൻ വളരെ ബോധപൂർവ്വം കുറച്ച് സമയം ബാക്കി വെച്ച് ഒരു അലാറൊക്കെ വെച്ച് എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിച്ചേ മതിയാവൂ. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ നമുക്ക് സാധിക്കണം. നാലാമതായിക്കൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ്. ദിക്റുകൾ സജീവമാക്കുക. എപ്പോഴും ദിക്റുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ പ്രവാചകൻ അലി റളിയല്ലാഹുവിന് ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. രാത്രി കിടപ്പറയിലേക്ക് പോകുമ്പോൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ നീ സ്ഥിരമായി ശീലിക്കണമെന്ന് അലി റളിയല്ലാഹു പ്രവാചകൻ ഒരിക്കൽ കൽപ്പന പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു പുണ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനുശേഷം അലി റളിയല്ലാഹു പറയുന്നുണ്ട്, സ്വഹാബത്തിനെ വിളിച്ച്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല എന്നാണ്. പ്രവാചകൻ ഈ ഒരു കൽപ്പന ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഒറ്റ തവണ അലിയോട് പറഞ്ഞ് പ്രവാചകൻ പോയി. ഇത് കേട്ടയുടനെ അതിനുശേഷം ഞാൻ ഒരിക്കൽ പോലും ഈ ദിക്ർ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല എന്ന് അലി റളിയല്ലാഹു പറയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, താങ്കൾ സിഫീൻ യുദ്ധത്തിന്റെ സമയത്ത് ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ലേ? ഇസ്ലാമിക ലോകം ഭയങ്കരമായ പ്രയാസം അനുഭവിച്ചിരുന്ന, മുസ്ലിങ്ങൾ തന്നെ പരസ്പരം വാളേന്തിയ യുദ്ധമായിരുന്നു സിഫീൻ. ആ സിഫീൻ യുദ്ധത്തിന്റെ സമയത്ത് താങ്കൾ അത്രയും പ്രയാസപ്പെട്ട സമയമായിരുന്നല്ലോ, ആ സമയത്ത് താങ്കൾ ദിക്ർ ഉപേക്ഷിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് പോലും ഞാൻ കിടപ്പറയിലേക്ക് പോകുമ്പോൾ 34 തവണ ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഞാൻ കിടന്നത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, എത്ര കണ്ട് അവരൊക്കെ ദിക്റുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അദ്കാർ സുബാഹും അദ്കാർ മസാവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്, എത്ര സ്ഥാനം അതിലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് മാറി നമ്മുടെ ഫോണിലുള്ള അദ്കാർ ആപ്പ് തുറന്നു നോക്കിയിട്ട് ദിക്റുകൾ കിട്ടുന്ന പല പുസ്തകങ്ങൾ നമ്മുടെ പള്ളിയിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് ഒരു 10 മിനിറ്റ് സമയം മാറി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളത് മാത്രമേ അദ്കാർ സുബാഹുള്ളൂ. അസറിന് ശേഷം ഒരു 10 മിനിറ്റ് മാറി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളത് അദ്കാർ മസാവുള്ളൂ. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. ഒരു ദിവസം ഒരു മുസ്ലിം രാവിലെ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ. റബ്ബേ, എന്നെ ഒരു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും, ഞാൻ നിന്നിലേക്ക് തന്നെ മടക്കപ്പെടാനുള്ളതാണ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുന്ന ഒരു മുസ്ലിം അവന്റെ ദിവസം മുഴുവൻ പല സമയങ്ങളിലായിക്കൊണ്ട് ദിക്റുകളിലൂടെ കടന്നുപോയി രാത്രി ഉറങ്ങുമ്പോൾ പോലും റബ്ബേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കാൻ പോവാണ്, ജീവിക്കാൻ പോവാണ് എന്ന് പറയുന്ന, എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ മരിപ്പിക്കുന്ന റബ്ബേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ജീവിതത്തിലെ ഒരു ദിവസം മുഴുവനും ദിക്റുകളിലൂടെ പോകാൻ ഒരു
മുസ്ലിം സാധിക്കും. നമ്മൾ ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇതിലൊക്കെ ചെറിയ വീഴ്ച നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. അഞ്ചാമതായിക്കൊണ്ട് സ്വന്തത്തെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ട് തട്ടുകളിലായിക്കൊണ്ട് ഒരു തട്ടിൽ നമ്മുടെ ഇഷ്ടവും ഒരു തട്ടിൽ അള്ളാഹുവിന്റെ കൽപ്പനയും ഉണ്ട് എങ്കിൽ ഇതിൽ ഏത് തട്ടാണ് താഴ്ന്നിരിക്കുക എന്ന് നമ്മൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന അത് നിർണിതമായി നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു കൽപ്പനയുണ്ട് ഇവിടെ. തൊട്ടിപ്പുറത്ത് നമ്മുടെ ഹവയായിക്കൊണ്ട് നമ്മുടെ മനസ്സിന് നമ്മുടെ ദേഹേച്ഛയായിക്കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇതാപ്പം നിനക്ക് ഏറ്റവും നല്ലത്, ഈ കൽപ്പന ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല എന്ന ശൈത്താന്റെ ചില കുതന്ത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് തട്ടാണ് പലപ്പോഴും നമുക്ക് താഴ്ന്നു പോകാറുള്ളത് എന്ന് നമ്മുടെ ജീവിതവുമായി ആലോചിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സുന്നത്തുകളെ അത്രമേൽ പ്രാവർത്തികമാക്കാൻ നമ്മുടെ മുൻഗാമികളെല്ലാം ശ്രമിച്ചിരുന്നു. ഉദാഹരണങ്ങൾ ആലോചിച്ചു, താടി വയ്ക്കുക എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. വളരെ പ്രബലമായ ഹദീസിൽ വന്ന കൽപ്പനയാണ് താടി നിങ്ങൾ വളർത്തുക എന്നുള്ളത്. പക്ഷെ താടി വളർത്താൻ കുറച്ചൊരു പ്രയാസമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഭാര്യ അത്ര തന്നെ സപ്പോർട്ട് ചെയ്തുകൊള്ളണമെന്നില്ല. നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ താടി വെച്ച് ഒരു പഴയ നാട്ടിലെ പ്രാകൃതനായ വ്യക്തി നടന്നു വരികയാണ് എന്നൊക്കെ നമ്മളെ കൽപ്പിച്ചേക്കാം, നമ്മളെ ചിത്രീകരിച്ചേക്കാം. പക്ഷെ അപ്പോഴും ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന കൽപ്പനയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക. പർദ്ദ എന്നാൽ അല്ലെങ്കിൽ ഇസ്ലാമികമായ വസ്ത്രം എന്നാൽ അത് ധരിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ നാട്ടിന്റെ സാഹചര്യത്തിൽ പലപ്പോഴും ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണമെങ്കിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ അത്തരം വസ്ത്രം ധരിക്കുമ്പോൾ വലിയൊരു സപ്പോർട്ട് കിട്ടിക്കൊള്ളുന്നില്ല. കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, ഉപ്പയുടെ നിന്നാവട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നാവട്ടെ, സമൂഹത്തിലേക്ക് പോകുമ്പോഴാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുകളിൽ നിന്നാവട്ടെ പലപ്പോഴും എതിർപ്പുകൾ അവർ നേരിടേണ്ടി വരും. പക്ഷെ അപ്പോഴും ഞാനിത് ധരിക്കുന്നത് എനിക്ക് അള്ളാഹു കൽപ്പിക്കപ്പെട്ട വസ്ത്രമാണ്, എനിക്ക് ഈ രൂപത്തിലുള്ള വസ്ത്രമാണ് ഏറ്റവും ഉചിതം എന്ന് ചിന്തിക്കുന്ന ഒരു കല്യാണത്തിന് പോകുമ്പോൾ പള്ളിയിലേക്ക് വരുന്ന വസ്ത്രവും കല്യാണത്തിന് പോകുന്ന വസ്ത്രവും രണ്ടും വേറെ വേറെ ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി എവിടെയാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന വസ്ത്രധാരണത്തിന്റെ വിഷയം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ കുറച്ചൊരു പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മൾ പറഞ്ഞ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് പലപ്പോഴും ഉച്ചയ്ക്ക് ഏറ്റവും തിരക്കുള്ള സമയമായിരിക്കും കച്ചവടത്തിന്. ഏറ്റവും അധികം ലാഭം കിട്ടുന്ന 12:45 അവിടെ ജുമാ തുടങ്ങുന്നതെങ്കിൽ ഒരു 12:30 കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ ഒന്നിച്ചു വരിക, തിരക്ക് കൂടുന്ന സമയമായിരിക്കും. ആ സമയത്തും എനിക്കിപ്പോൾ ജുമാക്ക് പോകേണ്ടതാണ്, എനിക്ക് ഖുർആനിൽ തന്നെ കൽപ്പനയുണ്ട് ഈ സമയത്ത് കച്ചവടം നടത്തരുത് എന്ന്. ഇവിടെ എനിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, എനിക്ക് എന്റെ പരലോക മോക്ഷത്തിന് ഏറ്റവും ഉതകുന്നത് ഇപ്പോൾ കട അടയ്ക്കുക എന്നുള്ളതാണ്. എന്റെ ഈ ലാഭമല്ല എനിക്കിപ്പോൾ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് അതിന് തിരിഞ്ഞു മടങ്ങി വരാൻ നമുക്ക് എത്ര കണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആറാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള പ്രധാന വിഷയം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റി കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും പറ്റി കൃത്യമായ ധാരണയുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള ആളുകളാവുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കൂ, ഓരോ വഖത്തിലും, നമസ്കാരത്തിന്റെ ഓരോ വഖത്തിലും അർ-റഹ്മാനുർ റഹീം എന്ന് നിർബന്ധമായി നമ്മൾക്ക് പാരായണം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഈ റഹ്മാൻ റഹീം തമ്മിലുള്ള അന്തരം, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്ന് നമ്മൾ എത്ര പേർക്ക് അറിയാം? അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന നാമവും റഹീം എന്ന നാമവും തമ്മിൽ ഒരുപാടധികം വ്യത്യാസങ്ങളുണ്ട്. ഇതുപോലെ അള്ളാഹുവിന്റെ ഓരോരോ നാമങ്ങൾ സമീഅ, ബസീർ, മുദബ്ബിർ, ഖാലിഖ്, മുസവ്വിർ, അലീം തുടങ്ങി ഇഷ്ടംപോലെ നാമങ്ങൾ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ഈ 99 നാമങ്ങളും ഇത് പഠിക്കുന്നവർ ആരാണുള്ളത്, ഇത് ക്ലിപ്തപ്പെടുത്തുന്നവർ ആരാണുള്ളത്, ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. യാതൊരു തർക്കവും അതിലില്ല. ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽ 99 എണ്ണം, നിർണിതമാക്കപ്പെട്ട 99 എണ്ണം അഹ്സ്വാഹ, ഇത് ഇഹ്സ്വാ ചെയ്ത ആളുകൾ. ഇഹ്സ്വാ എന്നതിന് ഒരുപാട് വലിയ അർത്ഥതലങ്ങളുണ്ട്. ഇത് കേവലം കാണാതെ പഠിച്ച ആളുകൾക്ക് സ്വർഗം ലഭിക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ അർത്ഥങ്ങളെ, ഈ ഓരോ വാക്യങ്ങളെയും നമ്മുടെ ജീവിതവുമായി ചേർത്ത് വായിച്ച് അള്ളാഹു ഇങ്ങനെ നാമങ്ങളുണ്ട്, അള്ളാഹു ഇത്രയധികം കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് അള്ളാഹു, അത്ര വലിയ ഒരു വിശാലമായ അർത്ഥങ്ങൾ അതിനുണ്ട് എന്ന് ചിന്തിക്കുന്ന, അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകൾക്കാണ് ദഖലൽ ജന്ന, സ്വർഗമുള്ളത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേവലം അസ്മാഉ സിഫാത്തും എന്താണെന്ന വ്യത്യാസം പോലും പലപ്പോഴും മുസ്ലിം ഉമ്മത്തിനെ അറിയുന്നില്ല എന്നുള്ളതാണ്. ആ നാമങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബേ എന്ന് തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേറൊരു തലാണ് ഉണ്ടാവുക. അത്തരം പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്.
അത്തരം നാമങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥനയായിക്കോട്ടെ എല്ലാ സമയവും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, എനിക്ക് പുറത്തു കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മറ്റ് സാധാരണ പ്രാർത്ഥനയേക്കാൾ വലിയ അർത്ഥതലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ചോട്ട് ഖബറിൽ നമുക്ക് എല്ലാവർക്കും നേരിടാനുള്ള ഒരു ചോദ്യമാണ് മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബ് ആരാണ് എന്നുള്ള ചോദ്യം ഖബറിൽ നാം എല്ലാവരും നേരിടേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നേരിടേണ്ട ചോദ്യമാണ് ഖബറിൽ നിന്റെ റബ്ബ് ആരാണ് എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് അല്ലാഹു എന്ന് ഉത്തരം പറയാൻ സാധിച്ചേക്കും. പക്ഷെ ആ ഉത്തരം കൊണ്ട് നമുക്ക് പൂർണ്ണമായി എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു എന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മറു ചോദ്യം വരും, കൈഫ അറഫ്തു, എങ്ങനെയാണ് നീ ഇത് അല്ലാഹുവാണ് എന്ന് അറിഞ്ഞത് എന്ന ചോദ്യം തിരിച്ചു വരും. ഈ ചോദ്യത്തിന് എന്ത് മറുപടി നമ്മൾ നൽകുക? നിന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യം രണ്ടാമത്തെ ചോദ്യമായി വരുമ്പോൾ അതിന് തിരിച്ച് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഖുർആനിൽ നിന്ന് പഠിച്ചു. ഖുർആനിൽ അല്ലാഹു വ്യത്യസ്തങ്ങളായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിലൂടെ പോയപ്പോൾ അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഖബറിൽ പോയിട്ട് ദുനിയാവിൽ പോലും നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റിയുള്ള ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത്? വാദിച്ചോണം. അള്ളാഹുവിനെ പറ്റി അത്തരത്തിൽ വളരെ സമഗ്രമായി അറിയാൻ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഏഴാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മുശാഹദത്തു നിഅമിഹി ളാഹിറ വബാതിന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും തിരിച്ചറിയാൻ നമ്മൾ ആലോചിച്ചു എത്ര കണ്ട് അനുഗ്രഹീതരാണ് ഞാൻ നിങ്ങളൊക്കെ. വളരെ സുന്ദരമായി ഇന്നൊരു ജുമാ ദിവസം വെള്ളിയാഴ്ച രാവിലെ കുളിച്ചു ഒരുങ്ങി നമുക്ക് പള്ളിയിലേക്ക് നടന്നു വരാനും ഇവിടെ ഇരിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹം. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഇതിനു പോലും കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഇന്ന് രാവിലെ മൂത്രമൊഴിക്കുന്നവരാണ് നമ്മൾ. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ മാറി മാറി നമുക്ക് മുട്ടുമ്പോഴൊക്കെ പോയി മൂത്രമൊഴിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ മൂത്രമൊഴിക്കുക എന്ന ഒരു കർത്തവ്യം, ഒരു പണി എന്നുള്ളത് എത്ര സുന്ദരമായി നമുക്ക് നടത്തിപ്പോരുന്നു. പക്ഷെ ഈ മൂത്രമൊഴിക്കാൻ കഴിയാത്ത എത്ര ആളുകളുടെ സഹോദരങ്ങളെ. കിഡ്നി എന്ന കേവലം 11 സെന്റിമീറ്റർ മാത്രം നീളമുള്ള നമ്മുടെയൊക്കെ ശരീരത്തിലെ ഒരു അവയവം, ആ അവയവം പണി മുടക്കുന്ന ആളുകൾക്ക് ഇത്ര സുഖകരമായി മൂത്രമൊഴിക്കാൻ കഴിയില്ല. അത്തരം ആളുകളൊക്കെ ആഴ്ചയിൽ 2-3 ഒക്കെ ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിൽ തന്നെ എത്ര ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അത്ര സുഖകരമായ പണിയൊന്നല്ല ഡയാലിസിസ് ചെയ്യാന്നുള്ളത്. ആഴ്ചയിൽ 3000-4000 ഒക്കെ ഓരോ ഡയാലിസിസും ചെലവ് വരുന്ന, അത്തരത്തിൽ മാസത്തിൽ തന്നെ ഒരു 50,000 രൂപയ്ക്ക് ചെലവ് വരുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നതാണ്? നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള കേവലം 11 സെന്റിമീറ്റർ മാത്രം നീളമുള്ള കിഡ്നി എന്നൊരു അവയവം പണി മുടക്കുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്. നമുക്കൊന്നും അൽഹംദുലില്ലാഹ് പടച്ചോന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അത്തരം പ്രയാസങ്ങളില്ല. നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹീതരാണ്. പലർക്കും ടെൻഷൻ മുടി ഒന്ന് നരച്ചു പോയി എന്നുള്ളതാ. മുടി നരച്ചു പോയി കഴിഞ്ഞാൽ അത് കളറടിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളൊക്കെ. മുടി നരച്ചു എന്നത് ഈ മുടി നരയ്ക്കുന്നത് നമ്മൾ നരച്ചു എന്ന് കാണുന്നത് എങ്ങനെയാണ്? ഈ കണ്ണുകൊണ്ടല്ലേ. ഈ കണ്ണില്ലായിരുന്നുവെങ്കിൽ മുടി നരച്ചതും ശരീരം ചുറ്റിപ്പിച്ചുളിഞ്ഞതൊക്കെ നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ഈ കണ്ണ് എന്ന അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അത്രമേൽ അനുഗ്രഹീതരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് കണ്ണല്ല, അത് കാതല്ല, ഈ കിഡ്നിയോ ഹാർട്ടോ ഒന്നുമല്ല, മറിച്ച് ഹിദായത്താണ്. സന്മാർഗം എന്താണെന്ന് കൃത്യമായി നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ച അതെന്താണെന്ന് ബോധ്യപ്പെട്ട് നമസ്കാരത്തിനും പള്ളിയിലേക്കും ഇബാദത്തുകളിലേക്കും മുഴുകാനുള്ള തൗഫീഖ് ലഭിച്ച ആളുകളായി നമ്മൾ മാറി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം പരലോകത്തെ വിജയമാണ്. ആ പരലോക വിജയത്തിന് ഏറ്റവും സാധ്യതയുള്ള അവന്റെ ഹിദായത്ത് കിട്ടിയ ആളുകളിൽ നമ്മൾ പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി കാണാൻ, അങ്ങനെ റബ്ബിന് ശുക്ർ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ച ആളുകളാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 8ാമത്തെ വിഷയം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള 8ാമത്തെ കാര്യം അള്ളാഹുവിന്റെ മുന്നിൽ നിന്നാൽ ഹൃദയം പിടക്കണം എന്നുള്ളതാണ്. ഇൻകിസാറുൽ ഖൽബു ബൈന യദൈ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുറാജാത്തിൽ നമ്മൾ അവനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം പിടയ്ക്കും എന്നുള്ളതാണ്. സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിനെ കാവൽ നിർത്തുകയാണ്. സ്വഹാബിമാര് യുദ്ധത്തിനെതിരെ ശത്രുക്കൾ നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാവൽ നിർത്തുകയാണ്. രാത്രിയിൽ സ്വാഭാവികമായിട്ടും ഉറക്കം വരും. ഉറക്കത്തെ ഒഴിവാക്കാൻ അബ്ബാദ് റളിയല്ലാഹു അൻഹു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്ത കർത്തവ്യം എന്നുള്ളത് സുദീർഘമായി നമസ്കരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നേരെ നമസ്കാരം തുടങ്ങി. അദ്ദേഹത്തിനെ കാവൽ നിർത്തിയപ്പോൾ നമസ്കാരം തുടങ്ങി. നമസ്കരിക്കാൻ തുടങ്ങി. നമസ്കാരം ഇങ്ങനെ നീണ്ടുപോവാണ്. നമസ്കാരം നീണ്ടുപോകുന്നതിനിടയിൽ ശത്രുക്കൾ അവിടെ നിന്ന് ഇദ്ദേഹത്തെ കാണുകയും ഇവിടെയാണ് ഇസ്ലാമിക സൈന്യം എന്ന് അറിഞ്ഞ് അവർ അമ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. 1ാമത്തെ അമ്പ് ചെയ്തു. ആ അമ്പ് നേരെ കൊണ്ടത് അദ്ദേഹത്തിന്റെ നെഞ്ചത്താണ്.
ആ അമ്പ് കൊണ്ടിട്ടും അദ്ദേഹത്തിന്റെ നമസ്കാരം തുടർന്നുകൊണ്ടേ പോയി. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം തുടർന്നുകൊണ്ടേ പോയി. അത് മൈൻഡാക്കിയില്ല അദ്ദേഹം. രണ്ടാമത്തെ അമ്പ് നേരെ വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടു. ആ അമ്പ് കൊണ്ടിട്ട് പോലും അദ്ദേഹം നമസ്കാരം നിർത്തിയില്ല, നമസ്കാരം തുടർന്നു കൊണ്ടുപോയി. മൂന്നാമത്തെ അമ്പും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് നെഞ്ചത്ത് തറച്ച് അദ്ദേഹത്തിന് നമസ്കാരം തുറന്നുകൊണ്ടേ പോവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ശേഷം ഇത് സ്വഹാബത്ത് അറിയുന്നത് 3 അമ്പും തറച്ചപ്പോൾ ശത്രുക്കൾ തിരിഞ്ഞുപോയി. ഒരു വ്യക്തിക്ക് 3 അമ്പും തറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രതികരണം ഉണ്ടാവേണ്ടേ? അത് ഇല്ല എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ തിരിഞ്ഞു പോവുകയുണ്ടായത്. ശേഷം ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തറച്ച അമ്പിൽ നിന്നും ഊർന്നു വന്ന ചോര, ആ ചോര താഴെ നനഞ്ഞു പോയി ഒരു സ്വഹാബിയുടെ കാലിൽ തട്ടിയപ്പോഴാണ് അവരെല്ലാം അറിഞ്ഞ് ഇദ്ദേഹം ഒരു സ്വഹാബി ഇവിടെ അമ്പ് കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, അവർക്ക് അത്രമേൽ അവരുടെ ഉറക്കം കളയാനുള്ള, അവർക്ക് ഏറ്റവും അധികം ഈമാനികമായ ആവേശം ലഭിക്കാനുള്ള കർമ്മമായിക്കൊണ്ടാണ് നമസ്കാരത്തെ നോക്കിക്കണ്ടത്. നമ്മുടെ നമസ്കാരത്തിൽ എവിടെ നിൽക്കുന്നത്? നമസ്കാരം പലപ്പോഴും അലക്ഷ്യമായി അലസമായി കാണുന്ന ഒരുപാടധികം ആളുകളെ കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖാമൂ കുസാല, മടിയന്മാരായിക്കൊണ്ട് അലസന്മാരായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ നമസ്കാരം അത്തരം നമസ്കാരക്കാരിൽ പെട്ടതാണോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമസ്കാരങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആരാണ് അള്ളാഹു? അത്രയും സർവശക്തനായ ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ കുറെ കാര്യങ്ങൾ അവനോട് ആവശ്യപ്പെടണം. നമ്മൾ ആ ബോധ്യത്തോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. പക്ഷേ ഞാൻ നിസ്സാരനാണ് റബ്ബേ, എന്റെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, നിന്റെ കഴിവുകളും നിനക്കുള്ള എല്ലാ ശക്തികളും ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ദുർബലനാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 9ാമത്തെ കാര്യം, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മുജാലിസത്തു സ്വാലിഹീന വത്വയ്യിബീൻ, അള്ളാഹുമായി ബന്ധം കുറയുന്ന ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അനാവശ്യമായി തമാശകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും മാത്രം കൂട്ടുകെട്ട് കൊണ്ടുപോകുന്ന കൂട്ടുകാരെ പറ്റി എപ്പോഴും ചിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം പലർക്കും. പക്ഷേ ആ ചിരി കാരണം നമ്മൾ നമ്മുടെ ദീനിൽ നിന്നും അകന്നു പോകുന്നുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പലപ്പോഴും അത്തരം തമാശകൾ കടന്നു വരുന്ന പിന്നെ പരിഹാസങ്ങളും നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്ന തെറിവാക്കുകളും ഒക്കെ അത്രമേൽ നമ്മുടെ ദീനിൽ നിന്ന് മാറ്റും എന്ന ബോധ്യത്തോടുകൂടി നല്ല കൂട്ടുകാരെ ചേർത്ത് നിർത്താൻ സ്വാലിഹീങ്ങളായ ത്വയ്യിബീങ്ങളായ നല്ല കൂട്ടുകാർ ഉണ്ടാവണം എന്നൊരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവണം. അത്തരത്തിൽ നല്ല കൂട്ടുകാരുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്ന് 9ാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 10ാമതായിക്കൊണ്ട് ഹൃദയത്തിന് മറയിടുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കാണാതെ ചെയ്യുന്ന, നമ്മൾ സ്വകാര്യമായി നമ്മുടേതായ ലോകത്ത് ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. സ്വകാര്യതയിൽ പലപ്പോഴും ആരും എന്നെ കാണുന്നില്ലല്ലോ, ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന ചിന്തയിൽ ചെയ്യുന്ന ചില നോട്ടമാവട്ടെ, ചില കേൾവികളാവട്ടെ, ചില അനുഭൂതികളാവട്ടെ, ഇത് ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയില്ല എന്ന ചിന്ത നമുക്കുണ്ടാവണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെങ്കിൽ പൂർണ്ണമായി നമുക്ക് ഹൈർ മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അത് തിന്മയാണെങ്കിൽ അത് ഒഴിവാക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം വലിയ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പതിച്ചു പോകുമെന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഇന്ന് നമുക്ക് എന്തൊക്കെ ഒരു മടിയാണ്. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് സ്വഹാബിമാരുടെ ചിന്ത സമഅന വഅതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അതെനിക്ക് നന്മയായിരിക്കും, റസൂൽ ഒരു തിന്മയെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ ചെയ്താൽ എനിക്ക് നന്മയായിരിക്കും ഉണ്ടാവുക എന്ന ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു വ്യക്തി പ്രവാചകൻ ശേഷം പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച ശേഷം റസൂലിന്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നകലം തുസ്വല്ലി, തീർച്ചയായും നീ നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം വുളൂഅ് എടുത്ത് നമസ്കരിച്ചതിന് ശേഷം റസൂലിന്റെ അടുക്കലേക്ക് വരുന്നത്. റസൂൽ പറഞ്ഞത് നീ നമസ്കരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം കേട്ടതോട് നേരെ പോയി വീണ്ടും നമസ്കരിച്ചു. വീണ്ടും വുളൂഅ് എടുത്ത് നമസ്കരിച്ച് തിരിച്ച് റസൂലിന്റെ അടുക്കലേക്ക് വന്നു. റസൂൽ വീണ്ടും ആവർത്തിച്ചു ഇന്നകലം തുസ്വല്ലി, തീർച്ചയായും നീ നമസ്കരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാൻ നിസ്കരിച്ചു തന്നെ വന്ന റസൂൽ എന്നെ കണ്ടതല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടില്ല. റസൂൽ അത് പറഞ്ഞു നമസ്കരിച്ചിട്ടില്ല എന്നത് അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്തോ ഒരു പ്രശ്നത്തിലുണ്ട്. നേരെ പോയി വീണ്ടും നമസ്കരിച്ചു. ഇങ്ങനെ 2 തവണ കഴിഞ്ഞ് 3ാമത്തെ തവണ വീണ്ടും അദ്ദേഹം പോയി തിരിച്ചു വരുമ്പോൾ റസൂൽ പറഞ്ഞു ഇന്നകലം തുസ്വല്ലി, നീ വീണ്ടും നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് റസൂൽ ഞാൻ 3 വട്ടം പറഞ്ഞിട്ട് നമസ്കരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നല്ല അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്ത കർമ്മത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കാരണം ഈ പറയുന്നത് ആരാ? അള്ളാന്റെ റസൂലാ. എന്റെ നമസ്കാരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ചോദിച്ചു റസൂലെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എന്തെന്നെ നമസ്കാരത്തിലുണ്ടായ പ്രശ്നം ഒന്ന് സൂചിപ്പിച്ചു തരുമോ, ഞാൻ എവിടെയാണ് തിരുത്തേണ്ടതെന്ന് ചോദിക്കുകയും അത് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പോയി മാറ്റി നമസ്കരിക്കുകയും ചെയ്യാണ്. റസൂൽ ഒരു കാര്യം പറഞ്ഞു, നമസ്കരിച്ചിട്ട് വന്ന ആളാണ്, നമസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ഹൈർ അതിലുണ്ട്, അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിലുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു.
അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന ബോധ്യം അവർക്കുണ്ട്. അങ്ങനെ റസൂലിന്റെ കൽപ്പനകൾ നെഞ്ചേറ്റാൻ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. ഒരു രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദ് ഹറമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നും അവിടെ നിന്ന് 7 ആകാശവും കഴിഞ്ഞ് തിരിച്ച് മക്കയിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയി തിരിച്ചെത്തി എന്നുമുള്ള റസൂലിന്റെ കഥ അങ്ങനെ കേട്ടപ്പോ അവിടെയുള്ള ഖുറൈശികൾ മൊത്തം പറയാണ് റസൂൽ ഒരു ഭ്രാന്തനാണ്, മജ്നൂനാണ്, സാഹിറാണ് എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടില്ലേ എന്നിങ്ങനെ നാട്ടിൽ പറഞ്ഞു നടക്കുക. ഒരു രാത്രി കൊണ്ട് 1 മാസം വഴിദൂരം നമ്മൾ പോകേണ്ട ഒരു ദൂരം ഒരു രാത്രി കൊണ്ട് പോയി എന്ന് പറയുന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ? റസൂൽ പറഞ്ഞത് ഇത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി റസൂൽ ഒരു ഭ്രാന്തനാണ് എന്നുള്ള കഥ തന്നെ പറഞ്ഞു നടക്കുക. ഈ വാർത്ത നേരെ അബൂബക്കർ റളിയല്ലാഹു എത്തി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇന്നി ലൗ സ്വദ്ദീഖഹു, തീർച്ചയായും ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം മാത്രമായിരിക്കും എന്ന് പറയാനുള്ള ഊർജ്ജം അവർക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇത്തരം കൽപ്പനകളെല്ലാം, അള്ളാഹുവിന്റെ കൽപ്പനകൾ എവിടേക്കാണുള്ളത് അത് പൂർണ്ണമായും നെഞ്ചേറ്റാനുള്ള ഒരു ത്വാഖത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഇത്തരം കർമ്മങ്ങളെ സമഗ്രമായി നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണോ കുറവുള്ളത് അത് നികത്താൻ നമുക്ക് ഇത്തരം സംസാരങ്ങൾ പ്രേരകമാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു വൃത്തിയുള്ള ആളുകളെ, ശാരീരികമായും മാനസികമായിട്ടൊക്കെ വൃത്തിയുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിരീൻ. അള്ളാഹു ഫലം ഏൽപ്പിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുഖസിത്തീൻ, നീതി കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അസ്വാബിരീൻ, ക്ഷമാലുക്കളെ, എന്ത് വിഷയമുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. മുത്തഖീൻ, തഖവയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒട്ടനേകം കർമ്മങ്ങൾ ഖുർആനിലും സുന്നത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന അവന്റെ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ നമുക്കൊക്കെ മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. എവിടെയാണോ തിരുത്തലുകൾ വരുത്തേണ്ടത് അവിടെ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങുന്ന ഒരു ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ പിതാമഹന്മാർ, അവർക്കെല്ലാം അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി നമ്മളെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين والحمد لله رب العالمين.